വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ വിളയിൽ, നമുക്കറിയാം മൊണാലിസയുടെ കേസുമായി ബന്ധപ്പെട്ട് നിലവിലെ CPM നേതാക്കൾ, കേരളത്തിലെ CPM നേതാക്കളൊക്കെ കുരുക്കിലാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. മുൻപിൻ നോക്കാതെയുള്ള മതപീഡനത്തിന്റെ ഭാഗമായുള്ള എടുത്തുചാട്ടം എത്തരത്തിലാണ് ഈ ഒരു വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കിയത് എന്നുള്ളതും കണ്ടതാണ്. എന്തായാലും മാതാപിതാക്കളുടെ പരാതിയിന്മേൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിലവിലിപ്പോൾ മധ്യപ്രദേശിലെ SC/ST കമ്മീഷൻ തെളിവെടുപ്പിനായി അരുമാനൂർ ക്ഷേത്രത്തിലടക്കം പരിശോധന നടത്തി എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? കാരണം തുടക്കം മുതൽ തന്നെ VHP അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ നിലപാടിൽ അല്ലെങ്കിൽ ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? വളരെ സന്തോഷം തോന്നുന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വളരെ കൃത്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത്. അല്ലാതെ ഒരു പരാതി കൊടുത്ത ഉടനെ തന്നെ ചാടിപ്പിടിച്ചൊരു FIR ഇടുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മധ്യപ്രദേശ് പോലീസിന്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. അവരെല്ലാ രേഖകളും കൃത്യമായി പരിശോധിച്ച് ആധികാരികത ഉറപ്പുവരുത്തി. കാരണം ഇത് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരു മന്ത്രി, ഒരു MLA, ഒരു MP എന്നിവരൊക്കെയാണ് ഇതിനകത്ത് പ്രതിസ്ഥാനത്തേക്ക് വരേണ്ടത്. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഈ കേസിൽ നടക്കുന്നതെന്നാണ് എനിക്ക് മധ്യപ്രദേശിൽ നിന്ന് കിട്ടുന്ന വിവരം. ഞങ്ങളുടേതുൾപ്പെടെയുള്ള സംഘടനകളുടെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ മധ്യപ്രദേശിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന് ഈ നൈനാർ ക്ഷേത്രത്തിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. ഇത് വളരെ നല്ല രീതിയിൽ ഈ കേസ് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സംഭവമാണിത്. കാരണം കേരളം വലിയ നവോത്ഥാനത്തിന്റെ മാതൃകയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു PR വർക്കിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിവാഹത്തിന് കേരളത്തിലെ CPM നേതാക്കന്മാർ, വിദ്യാഭ്യാസ മന്ത്രി നോക്കണം, മാതൃകയാകേണ്ട കൊച്ചുകുട്ടികൾക്ക്, ശൈശവത്തിലുള്ള കുട്ടികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇതിന് നേതൃത്വം കൊടുത്തു. പക്വതയില്ലാത്ത 17 വയസ്സ് മാത്രമായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് നേതൃത്വം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ധാർമ്മികതയും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതുപോലെ തന്നെ CPMന്റെ ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് ഈ നാട്ടിലെ എത്രയോ സഖാക്കന്മാരുടെ മക്കളുടെ കല്യാണം നടക്കുന്നു, എവിടെയെങ്കിലും അദ്ദേഹം പോവാറുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് വാർത്താ പ്രാധാന്യം കിട്ടുന്ന വേടന്റെ കല്യാണവും മൊണാലിസയുടെ കല്യാണവും ഒക്കെയാണ് വലിയ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള കല്യാണം. അതിനൊക്കെ പോവുകയാണ്. ഇത് കേരളത്തിലെ ഈ പുലിവാൽ കല്യാണം, CPM പിടിച്ച പുലിവാൽ കല്യാണമാണിത്. ആ CPMന്റെ പുലിവാൽ കല്യാണത്തിന് ആ പുലിയുടെ വാലിൽ പിടിച്ചിരിക്കുന്നതിന്റെ പിടുത്തം വിട്ടുകൊണ്ട് പുലിയുടെ വായിലേക്ക് പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഈ കൃത്യമായിട്ട് FIR ഇട്ടതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. മറ്റൊരു വസ്തുത, ഇത് ആദിവാസി ഗോത്ര വിഭാഗത്തിൽ ഒരു പെൺകുട്ടിയാണ്. സാധാരണ ഒരു പട്ടികജാതി പട്ടികവർഗം എന്ന് പറയുന്നതിനേക്കാൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്ര പ്രാധാന്യമുള്ള ഒരു ആദിവാസി ഗോത്ര വിഭാഗത്തിന്റെ ഭാഗമായ പെൺകുട്ടിയാണ്. അതിന്റെ കല്യാണം നടത്തി എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള മറ്റു ചില വകുപ്പുകൾ കൂടി ഇതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. പോക്സോ. അതേപോലെ തന്നെ ആ കുട്ടി ഇന്നലെ നടത്തിയൊരു പത്രസമ്മേളനമുണ്ട്. ഞാൻ മൈനറായിരുന്ന സമയത്ത് എന്നെ ഒരു സംവിധായകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്റെ ശരീരത്തേക്ക് കടന്നു പിടിച്ചു. ആ വാർത്ത തന്നെ നിയമവിരുദ്ധമാണ്. ഒരു മൈനറായ പെൺകുട്ടി പോക്സോ കേസിൽ ഇരയാക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോയും ആ വാർത്തയും കൊടുത്ത കേരളത്തിലെ മാധ്യമങ്ങൾ തീർത്തും നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയാണ് ചെയ്തിരിക്കുന്നത് തന്നെ. ഇതൊരു ആസൂത്രിതമാണ്. മറ്റേ കേസിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ആ സംവിധായകന്റെ മണ്ടയ്ക്കേക്ക് ആരോപണം ഉന്നയിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഈ വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. നാളിതുവരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഒരു MLAയും ഒരു MPയും ഒരു മന്ത്രിയും ഒക്കെ കൂടെ ഈ മധ്യപ്രദേശിലെ ജയിലിൽ കിടക്കുമ്പോൾ ആരാണ് പോയി ഇറക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അന്ന് കന്യാസ്ത്രീകളെ ഇറക്കാൻ ഈ നമ്മുടെ മറ്റൊരു MP ആയ ബ്രിട്ടാസ് പോയതുപോലെ ആരാണ് ഇനിയും അവിടുത്തെ ജയിലിൽ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണും. ശരി, വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്.